പോലെ ഇപ്പൊ വരും. ആ ഗുഡ് മോർണിംഗ്. അവൾ എന്നെ കാണാൻ ഇപ്പൊ വരും. ആര്? ഇന്നലത്തെ ആ ഇൻഷുറൻസ് പെണ്ണ്. വരട്ടെ. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അത് മുട്ടി നോക്ക്. ശബ്ദം കേട്ടിട്ട് കൊള്ളാം. ശബ്ദം കേട്ട ആളെ ഇളക്കണ്ട. ഞാൻ ചെന്നൈയിലായിരുന്നപ്പോ ബാങ്കിൽ ജോലിയുള്ള ഒരു പെണ്ണ്. ശബ്ദത്തിൽ ഞാനങ്ങ് വീണു. പിന്നൊരു 6 മാസം ഫോണിൽ കൂടെ വളപ്പ്. നേരി കണ്ടപ്പോ ഊരാൻ പെട്ട പാട്. കാണാൻ അത്ര കൊള്ളൂല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. വല്ലാണ്ടങ്ങ് നോക്ക്. പ്രശ്നം എന്താന്ന് വെച്ചാ വീട്ടിൽ കയറ്റുന്നത് ശരിയാവില്ലല്ലോ. അവളോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. അതെങ്ങനെയാടൂ? ഞാനിവിടെ ഇല്ലേ? അപ്പൊ നിങ്ങക്ക് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ തടസ്സമാവില്ലേ? എന്നാ പിന്നെ ഓനച്ചൻ ഇവിടുന്ന് മാറിക്കോ. എനിക്ക് പശുവിന് തീറ്റ കൊടുക്കണം. പശുവിന് തീറ്റ ഞാൻ കൊടുക്കാം. പെട്ടെന്ന് മാറിക്കോ. 12 മണിക്ക് അവളിക്ക് എത്തും. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഇങ്ങനെ ഇടിപിടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പശുവിനെ കുളിപ്പിച്ച മാത്രം പോരാ, അതിന് തീറ്റയും കൊടുക്കണം. തനിക്കറിയാലോ, സുഭാഷ് പലേക്കറുടെ മാർഗനിർദ്ദേശങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? വല്ല റെസ്റ്റോറന്റിലും വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി അതൊന്നും നടക്കില്ല, സമയം പോകുന്നു. ഒരു കാര്യം ചെയ്യും, ആ ക്ലബ് ഹൗസിന് അപ്പുറത്തുള്ള പ്ലേ ഏരിയ ഇല്ലേ, അവിടെ ഇപ്പൊ ആരും കാണത്തില്ല. അങ്ങോട്ട് വരാം. മൂടിവെക്കപ്പെട്ട കാമമോഹങ്ങൾ തിളച്ചുയരുന്ന അടുത്ത ഘട്ടം ഇവിടെ തുടങ്ങും. എന്ത് പറ്റിയിടൂ? അവള് വന്നില്ലേ? വന്നു. എന്നിട്ട് കാശിന് കൊള്ളുകയായിരിക്കും അല്ലേ? ഞാൻ ഊഹിച്ചു. അതുകൊണ്ടല്ലേ നേരിട്ട് കാണാതെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല, സുന്ദരിയാ. ഒരിതുണ്ട്. പിന്നെന്ത് പറ്റി? സദാചാരം ലംഘിച്ചിട്ട് ഇംഗ്ലീഷ് പറയുന്നതോടെ പട്ടി. അനുഭവിച്ചോ? ഇതൊക്കെ മനുഷ്യന്റെ ജീവശാസ്ത്രപരമായ കാര്യങ്ങളല്ലേ. നമ്മളെപ്പോലുള്ള ആളുകൾ അതിന് തടസ്സം നിൽക്കാൻ പാടുണ്ടോ? അനുഭവിച്ചോ? എന്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അന്ന് അറിയാത്തത് കൊണ്ട് പറ്റിപ്പോയതല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവളെ ഒന്ന് വിളിക്ക്. എന്നിട്ട് നാളെ വേറെ എവിടെങ്കിലും വെച്ച് കാണാമെന്ന് പറ. അത് പറയാം. ഞാൻ ഇപ്പൊ ഓടിപ്പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മൂത്രം ഒഴിക്കാൻ മുട്ടിയപ്പോ ഓടിയെന്ന് പറയണം.
ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഇല്ല. ഇത്രയും തിരക്കിന്റെ ഇടയിലും സാർ എനിക്ക് വേണ്ടി ഇത്തിരി സമയം തന്നതിൽ വളരെ സന്തോഷമുണ്ട് സർ. പോളിസി എടുക്കണമെന്ന് പറഞ്ഞ് പലരും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ രൂപ വിളിച്ചപ്പോഴാണ് ഒരു പോളിസി എടുത്താലോ എന്ന് ഞാൻ ആദ്യമായിട്ട് ആലോചിക്കുന്നത്. ഓ, എന്റെ ഭാഗ്യം. ഒരുപക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും. സർ, ഓർഡർ പ്ലീസ്. കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട സർ, ഇപ്പൊ കഴിച്ചിട്ടിറങ്ങിയതേ ഉള്ളൂ. എന്നാലും ഒരു ജ്യൂസ് ആവാലോ, 2 ഓറഞ്ച് ജ്യൂസ്. താങ്ക് യു സർ. സർ, we have 7 types of insurance schemes. ഞാനത് ഓരോന്നായി എക്സ്പ്ലെയിൻ ചെയ്യാം. See this: whole life assurance, endowment assurance, term assurance, children assurance, family assurance, retirement assurance and money back policy. സാറിന് ഇതിൽ ഏതാ വേണ്ടേ? ഇത്രയേ ഉള്ളൂ. രൂപയെ കണ്ടപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ പോളിസികൾ പ്രതീക്ഷിച്ചു. I will describe one by one. See, ഈ ഹോൾ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ സാർ ഇപ്പോൾ 10 lakhsന്റേതാണ് എടുക്കുന്നതെങ്കിൽ യുവർ ആനുവൽ പ്രീമിയം വിൽ ബി 50,000. 20 years മെച്യൂരിറ്റി പീരീഡ്. ഈ കാലാവധിക്കുള്ളിൽ ഡെത്ത് സംഭവിച്ചാൽ ഫുൾ പോളിസി എമൗണ്ടും സാറിന്റെ ഫാമിലിക്ക് ലഭിക്കും. അപ്പൊ മുഴുവൻ പണവും കിട്ടണമെങ്കിൽ നമ്മൾ മരിക്കാൻ വേണം അല്ലേ? അങ്ങനെയല്ല സർ. സി, ഇപ്പൊ മണി ബാക്ക് പോളിസിയിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം പീരിയോഡിക്കൽ. സാറിന്റെ കാല് അല്പം കൂടി പിന്നിലേക്ക് വെച്ചാൽ നന്നായിരുന്നു. സാറ് കുടിക്കുന്നില്ലേ? എന്റെ മൂഡ് പോയി. എന്ത് പറ്റി സാർ? ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ കരുതിയത് രൂപ വളരെ സൗഹൃദമുള്ള ഒരാളാണെന്നാണ്. അങ്ങനെയാണല്ലോ. എന്നിട്ടാണോ ഞാനൊന്ന് തട്ടിയപ്പോൾ കാല് മാറ്റാൻ പറഞ്ഞത്? ഒരാൾ വേറൊരാളുടെ കാലിൽ ചവിട്ടുന്നതാണ് സാർ സൗഹൃദം. വേറൊരാളുടെ കാലിൽ ചവിട്ടുന്നത് സൗഹൃദമല്ല, പക്ഷെ സൗഹൃദം ഉണ്ടെങ്കിൽ കാലിൽ ചവിട്ടാം. സൗഹൃദത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. പരസ്പരം എടുക്കുന്ന സ്വാതന്ത്ര്യമാണ് സൗഹൃദം. രൂപയോട് ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യം, രൂപ എന്നോടെടുക്കുന്ന സ്വാതന്ത്ര്യം. പരിഭവം തോന്നിയാൽ കവിളത്തൊന്ന് തല്ലാനുള്ള സ്വാതന്ത്ര്യം. സന്തോഷം വന്നാൽ ഒരു ഉമ്മ തരാനുള്ള സ്വാതന്ത്ര്യം. ആദ്യം വന്നപ്പോൾ തന്നെ രൂപ എൻ്റെ അടുത്ത് വന്നിരുന്നില്ല. അപ്പോഴേ ഒരു അകൽച്ച എനിക്ക് തോന്നിയതാ. വന്നേ, കാണട്ടെ. എല്ലാ പോളിസികളെക്കുറിച്ചും എൻ്റെ അടുത്ത് വന്നിരുന്ന രൂപ എനിക്ക് പറഞ്ഞതാ. കം, വരൂ. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ സാർ ശ്രദ്ധിച്ചോ? ഇനി പറ, എല്ലാം തുറന്നു പറ, ഞാൻ ശ്രദ്ധിക്കാം. സാർ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് നമുക്ക് പോളിസിയെ കുറിച്ച് സംസാരിക്കാം. എവിടെ? രൂപ എവിടെയാ താമസം? SN ബ്രിഡ്ജിനടുത്ത. കൂടെ ആരുണ്ട്? ഞാൻ തനിച്ചാണ് സാർ. അപ്പൊ അച്ഛനും അമ്മയും? അവരൊക്കെ നാട്ടില. നമ്മൾ അവിടെ വെച്ച് കണ്ടാലോ? സാറിനെ പോലെയുള്ളവർക്ക് മാരാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല അത്. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്തായാലും പോളിസിയെ കുറിച്ചിട്ടുള്ള അവസാന തീരുമാനം എടുക്കാൻ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഒരിക്കൽ കൂടി കാണേണ്ടി വരും.